കാർഷിക വാർത്തകൾ. ചൂട് കനത്തതോടെ റബ്ബറിന് ഇലപൊഴിച്ചിൽ വ്യാപകം. സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉൽപ്പാദകർ ടാപ്പിംഗിൽ നിന്നും പിന്തിരിഞ്ഞു. ഹൈറേഞ്ചിലെ പല ഏലത്തോട്ടങ്ങളും ഉയർന്ന താപനിലയിൽ വിളനാശത്തെ നേരിടുന്നു. കാലാവസ്ഥ ഇതേ നിലയിൽ തുടർന്നാൽ ഫെബ്രുവരി 2ാം പകുതിയിൽ ഏലയ്ക്ക വിളവെടുപ്പ് നിലയ്ക്കുമെന്ന സൂചനയാണ് ലഭിക്കുന്നത്. ചില മേഖലകളിൽ ടാപ്പിംഗ് ആഴ്ചയിൽ 1-2 ദിവസങ്ങളിൽ മാത്രമാണ് നടക്കുന്നത്. മഴയുടെ അഭാവവും ഉയർന്ന താപനിലയും കണക്കിലെടുത്താൽ റബ്ബർ ഉൽപ്പാദനം ഈ മാസം സ്തംഭിക്കുമെന്ന അവസ്ഥയാണ്. ഇതിനിടയിൽ ടയർ കമ്പനികളും ഉത്തരേന്ത്യൻ വ്യവസായികളും വിവിധയിനം റബ്ബർ വില കുറച്ചു. ടയർ നിർമ്മാതാക്കൾ 4ാം ഗ്രേഡിന് 100 രൂപ കുറച്ച് 19,200 രൂപയാക്കി. 5ാം ഗ്രേഡ് 18,800 രൂപയിലും വിപണനം നടന്നു. കേരളത്തിൽ വരണ്ട കാലാവസ്ഥ മാസത്തിന്റെ 2ാം പകുതി വരെ തുടരാൻ ഇടയുണ്ടെന്ന സൂചനയാണ് സ്വകാര്യ കാലാവസ്ഥാ വിഭാഗത്തിൽ നിന്നും പുറത്തുവരുന്നത്. ഉയർന്ന താപനില ഏതാനും ആഴ്ചകളായി നിലനിൽക്കുന്നത് മൂലം പല കൃഷിയിടങ്ങളും നിലനിൽപ്പ് ഭീഷണിയിലാണ്. വരാനിരിക്കുന്ന ആഴ്ചകളിലും ചൂട് കുറഞ്ഞില്ലെങ്കിൽ സുഗന്ധവ്യഞ്ജന കർഷകർക്കാവും കനത്ത തിരിച്ചടി. മധ്യ കേരളത്തിലെ കുരുമുളക് തോട്ടങ്ങളിലും മൂപ്പെത്തും മുന്നേ മുളക് അടർന്നു വീണത് ഉൽപ്പാദനത്തെ ബാധിച്ചു. കൊച്ചിയിൽ അൺഗാർബിൾഡ് കുരുമുളക് കിലോ 661 രൂപയിലും ഗാർബിൾഡ് 681 രൂപയിലും സ്റ്റഡിയാണ്. ഹൈറേഞ്ചിലെ പല ഏലത്തോട്ടങ്ങളും ഉയർന്ന താപനിലയിൽ വിളനാശത്തെ നേരിടുന്നു. കാലാവസ്ഥ ഇതേ നിലയിൽ തുടർന്നാൽ ഫെബ്രുവരി 2ാം പകുതിയിൽ ഏലയ്ക്ക വിളവെടുപ്പ് സ്തംഭിക്കുമെന്ന സൂചനയാണ് ലഭ്യമാകുന്നത്. ഇതിനിടയിൽ ശരാശരി ഏലത്തിന്റെ വില കിലോ 2,919 രൂപയിലും മികച്ച ഇനങ്ങൾക്ക് 3,304 രൂപയിലും ഇടപാടുകൾ നടന്നു. കയറ്റുമതി മേഖലയിൽ നിന്നും ഏലത്തിന് ആവശ്യക്കാരുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫൺ TV. ബജറ്റ് റബ്ബർ മേഖലയെ അവഗണിച്ചുവെന്ന് കർഷകർ. ചെറുകിട കർഷകരുടെ MSP ആവശ്യം ബജറ്റ് അവഗണിച്ചുവെന്ന് നാഷണൽ കൺസോർഷ്യം ഓഫ് റബ്ബർ പ്രൊഡ്യൂസേഴ്സ്. ഉൽപ്പന്നത്തിന് മിനിമം താങ്ങുവില പരാമർശിക്കാത്തതിൽ കർഷകർ പൂർണ്ണമായും അതൃപ്തരാണ്. ഉൽപ്പാദനവും ഉൽപ്പാദനക്ഷമതയും മെച്ചപ്പെടുത്തുന്നതിന് ഉയർന്ന ബഡ്ജറ്റ് വിഹിതം നൽകേണ്ടതുണ്ടെന്ന് ഹാരിസൺ മലയാളത്തിന്റെ ഡയറക്ടറും സിഇഒയുമായ സന്തോഷ് കുമാർ പറഞ്ഞു. ആസിയാൻ രാജ്യങ്ങളിൽ നിന്ന് വൻതോതിൽ കോമ്പൗണ്ട് റബ്ബർ ഒഴുകിയെത്തുന്നതിനാൽ ആശങ്കാകുലരായ പ്രകൃതിദത്ത റബ്ബർ കർഷകർ ഇക്കാര്യത്തിൽ ഒരു പ്രഖ്യാപനം പ്രതീക്ഷിച്ചിരുന്നു. കർഷകരുടെ MSP ആവശ്യം ബഡ്ജറ്റ് അവഗണിച്ചുവെന്ന് നാഷണൽ കൺസോർഷ്യം ഓഫ് റീജിയണൽ ഫെഡറേഷൻ റബ്ബർ പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റി ജനറൽ സെക്രട്ടറി ബാബു ജോസഫ് പറഞ്ഞു. ആസിയാൻ രാജ്യങ്ങളിൽ നിന്നുള്ള കോമ്പൗണ്ട് റബ്ബറിന്റെ ഇറക്കുമതി തീരുവ ഉയർത്താൻ ഫെഡറേഷനുകൾ അടുത്തയിടെ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയെ സമീപിച്ചിരുന്നു. റബ്ബർ കർഷകരെ പിന്തുണയ്ക്കുന്ന കേരള കോൺഗ്രസ് വിഭാഗങ്ങൾ കർഷക സമൂഹത്തെ അവഗണിക്കുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ചു. വിള ഫണ്ടിനുള്ള വിലസ്ഥിരതാ ഫണ്ടിലേക്ക് 1000 കോടി രൂപ നൽകണമെന്ന കർഷകരുടെ ദീർഘകാല ആവശ്യം പൂർണ്ണമായും അവഗണിക്കപ്പെട്ടുവെന്ന് പാർട്ടി നേതാക്കൾ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫൺ TV. ഇന്ത്യയുടെ അരി സംഭരണത്തിൽ വർധന. ജനുവരി 31 വരെ അരി സംഭരണം 5% വർദ്ധിച്ച് 41.6 ദശലക്ഷം ടണ്ണായി. 2024 ഒക്ടോബർ മുതൽ 2025 ജനുവരി വരെയുള്ള കാലയളവിൽ സെൻട്രൽ പൂൾ സ്റ്റോക്കിനായി ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ നടത്തിയ അരിവാങ്ങൽ 41.591 ദശലക്ഷം ടണ്ണായിരുന്നു. കഴിഞ്ഞ വർഷത്തെ 39.747 മെട്രിക് ടണ്ണിൽ നിന്ന് 4.6% വർധന. കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള ആശങ്കകൾക്കിടയിൽ അപ്രതീക്ഷിതമായ ഏതൊരു സാഹചര്യത്തെയും നേരിടാൻ സംഭരണം പര്യാപ്തമാണെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. എന്നിരുന്നാലും സ്ഥിരമായ അരിയുടെ ഉപഭോഗ നയമില്ലാത്തതിനാൽ വൻതോതിലുള്ള സംഭരണം കൈകാര്യം ചെയ്യാൻ സർക്കാരിന് ബുദ്ധിമുട്ടാണ്. അതേസമയം ഒക്ടോബറിൽ ആരംഭിക്കുന്ന ഖാരിഫ് അരി സംഭരണത്തിന്റെ ലക്ഷ്യം കേന്ദ്രം കഴിഞ്ഞ മാസം വർദ്ധിപ്പിച്ചു. ഖാരിഫ് കൃഷിയിൽ നിന്ന് നേരത്തെ 49.21 മെട്രിക് ടൺ അരി വാങ്ങിയിരുന്ന സ്ഥാനത്ത് പുതുക്കിയ അഖിലേന്ത്യാ അരിവാങ്ങൽ ലക്ഷ്യം 49.56 മെട്രിക് ടണ്ണാണ്. പഞ്ചാബ്, ഹരിയാന, മറ്റ് വടക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിലെ സംഭരണം ഡിസംബറിൽ പൂർത്തിയായി. ഉത്തർപ്രദേശിൽ ഫെബ്രുവരി അവസാനം വരെ തുടരും. തെലങ്കാന, ഛത്തീസ്ഗഡ്, ഗുജറാത്ത്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ ഈ മാസം സംഭരണ സീസൺ അവസാനിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫൺ TV. കാപ്പി വില റെക്കോർഡ് ഉയരത്തിൽ. 3 മാസത്തിനിടെ കിലോയ്ക്ക് 60 രൂപ വർദ്ധിച്ചു. ആഗോളതലത്തിൽ കാപ്പി ഉൽപ്പാദനത്തിലെ കുറവും ഡിമാൻഡ് കൂടിയതുമാണ് കാരണം. കേരളത്തിലെ പ്രധാന കാപ്പി ഉൽപാദക മേഖലകളിൽ വിലവർധന കർഷകരെയും ഉപഭോക്താക്കളെയും ഒരുപോലെ ബാധിക്കുന്നു. മധ്യ കേരളത്തിൽ കാപ്പി ബീൻസ് കിലോഗ്രാമിന് 435 രൂപയായി ഉയർന്നപ്പോൾ തൊണ്ടുള്ള കായകൾക്ക് 260 രൂപയും റോ കാപ്പി ചെറി കിലോഗ്രാമിന് 90 രൂപയുമാണ്. വയനാട്ടിൽ കാപ്പി വില 260 രൂപയായി ഉയർന്നു. കാപ്പിക്കുരു കിലോഗ്രാമിന് 460 രൂപയായി.
കേരളത്തിലെ പ്രധാന കാപ്പി ഉൽപാദക മേഖലകളിലെല്ലാം ഈ കുത്തനെയുള്ള വിലക്കയറ്റം അനുഭവപ്പെടുന്നുണ്ട്. നിലവിലെ കാപ്പി വിളവെടുപ്പ് ആരംഭിക്കുന്നതേയുള്ളൂ. എന്നാൽ പലരും ഇപ്പോൾ തന്നെ കൂടുതൽ വിലവർധനവ് പ്രതീക്ഷിക്കുന്നു. കേരളത്തിലെ കാപ്പി ഫാമുകളിൽ ആധിപത്യം പുലർത്തുന്ന റോബസ്റ്റയേക്കാൾ വളരെ ചെറിയ അളവിലാണ് അറബിക്ക കാപ്പി ഉൽപ്പാദിപ്പിക്കുന്നതെങ്കിലും അതിന്റെ വിലയും റെക്കോർഡ് നിലവാരത്തിലെത്തുകയാണ്. അതേസമയം വയനാട്ടിലും മധ്യകേരളത്തിലും കാപ്പി ഉൽപ്പാദനത്തിൽ വൻ ഇടിവ് രേഖപ്പെടുത്തുന്നു. വയനാട്ടിലെ ഉൽപ്പാദനം മുൻ വർഷത്തെ അപേക്ഷിച്ച് 20 മുതൽ 30% കുറഞ്ഞു. മധ്യകേരളത്തിലും കാപ്പി ഉൽപ്പാദനം കുറയുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യയുടെ പാം ഓയിൽ ഇറക്കുമതി 14 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലയിൽ. ജനുവരിയിൽ പാം ഓയിൽ ഇറക്കുമതി ഡിസംബറിനേക്കാൾ 46% ഇടിഞ്ഞ് 2,72,000 മെട്രിക് ടണ്ണായി. വില കുറഞ്ഞ സോയോയിൽ റിഫൈനർമാർ കൊണ്ടുവന്നതിനാൽ ജനുവരിയിൽ ഇന്ത്യയുടെ പാം ഓയിൽ ഇറക്കുമതി കുറഞ്ഞു. 2024 ഒക്ടോബറിൽ അവസാനിച്ച വിപണന വർഷത്തിൽ ഓരോ മാസവും ശരാശരി 7,50,000 ടൺ പാം ഓയിൽ ഇന്ത്യ ഇറക്കുമതി ചെയ്തതായി സോൾവെന്റ് എക്സ്ട്രാക്ടേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ പറയുന്നു. ജനുവരിയിൽ സോയോയിൽ ഇറക്കുമതി ഒരു മാസം മുമ്പത്തേതിൽ നിന്ന് 4% ഉയർന്ന് 4,38,000 മെട്രിക് ടണ്ണായി. 7 മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണ്. അതേസമയം സൂര്യകാന്തി എണ്ണ ഇറക്കുമതി 9.5% ഉയർന്ന് 2,90,000 മെട്രിക് ടണ്ണിലെത്തിയെന്ന് ഡീലർമാർ പറയുന്നു. ജനുവരിയിൽ രാജ്യത്തെ മൊത്തം ഭക്ഷ്യ എണ്ണ ഇറക്കുമതി 15.6% കുറഞ്ഞ് 1 ദശലക്ഷം ടണ്ണായി കുറഞ്ഞു. പരമ്പരാഗതമായി ഇന്ത്യയുടെ മൊത്തം ഭക്ഷ്യ എണ്ണ ഇറക്കുമതിയുടെ പകുതിയിലധികവും പാം ഓയിലിന്റെ സംഭാവനയാണ്. എന്നാൽ ഒരു ദശാബ്ദത്തിലേറെയായി അതിന്റെ വിഹിതം ആദ്യമായി 30%-ൽ താഴെയായി. ഇന്ത്യ പ്രധാനമായും ഇന്തോനേഷ്യ, മലേഷ്യ, തായ്ലൻഡ് എന്നിവിടങ്ങളിൽ നിന്നാണ് പാം ഓയിൽ വാങ്ങുന്നത്. അർജന്റീന, ബ്രസീൽ, റഷ്യ, ഉക്രൈൻ എന്നിവിടങ്ങളിൽ നിന്ന് സോയോയിലും സൂര്യകാന്തി എണ്ണയും ഇറക്കുമതി ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കമ്പോള വില നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം: RSS 4 192, RSS 5 188, ലാറ്റക്സ് 138, ജാതിക്ക 370, ജാതിപത്രി 2100 മുതൽ 2300 വരെ, ഗ്രാമ്പു 900, അടയ്ക്ക 230, കാപ്പിക്കുരു 250, കൊക്കോ പരിപ്പ് 600, കുരുമുളക് ഗാർബിൾ 68,100, കുരുമുളക് അൺഗാർബിൾ 66,100, ഏലക്ക 2,800 മുതൽ 2,900 വരെ, വെളിച്ചെണ്ണ 22,500, കൊപ്ര 17,200, ചുക്ക് 32,500.